ദൈവമേ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ പടി ഇറങ്ങിയിട്ട് തിരിച്ച് കയറുമ്പോഴത്തേക്ക് കഴിച്ച ഫുഡൊക്കെ എല്ലാം ഇതായിക്കൊള്ളണം. അല്ല, അതല്ല, കുറച്ച് എക്സസൈസൊക്കെ നല്ലതാണ്. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കിടന്നു ഉറങ്ങണ്ടല്ല. ഫുഡ് കഴിച്ച ഉടനെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കൂടുതലും. അപ്പോൾ കുറച്ച് പടിയൊക്കെ കയറി വന്നാൽ മതി. പാലം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലൊരു ചവിട്ടുപടിയുണ്ട്. ഈ പടി ഇറങ്ങിയിട്ട് വേണം അച്ചായൻ്റെ വീട്ടിലെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട്. ഇത് കയറി ചെല്ലുന്ന റോഡിലേക്കാണ്. അല്ലെങ്കിൽ കാണുന്നതാണ് വീട്ടിലെ ഊണ്. ഈ പടി അങ്ങോട്ട് കയറി പോവാം. റോഡ് കാണിച്ചു തരാം. ഈ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ മെയിൻ റോഡാണ്. ഇത് പാലം തുടങ്ങുകയാണ്. പാലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തേവള്ളിപ്പാലം. ഇത്രയും പടി ഇറങ്ങാനുണ്ട്. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്? 20 വർഷമായിട്ട് വീട്ടിലെ ഊണ് കൊടുക്കുന്ന ചേട്ടനാണ്. പേരെങ്ങനെയായിരുന്നു? എൻ്റെ ബേബിച്ചാൻ. ഇത് ഏകദേശം യൂട്യൂബിലൊക്കെ ഉണ്ട് ഈ വീഡിയോ, അല്ലെങ്കിൽ ഈ ഹോട്ടലിനെ കുറിച്ച്. കൊല്ലം കടവൂർ പാലം കയറുന്നതിന് മുന്നേ ആയിട്ടല്ലേ? തേവള്ളിപ്പാലം കയറുന്നതിന് മുന്നേ ആയിട്ടാണ് അച്ഛൻ്റെ ആ ഒരു വീട്ടിലെ ഊണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സ് നിറയും, വയറ് നിറയും. അത്രയും നല്ല ഫുഡാണ്. ഞങ്ങളൊക്കെ സ്ഥിരം കസ്റ്റമറാണ്. എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛനെ? എല്ലാവർക്കും അറിയാം. ഫാമിലിയാണ് വരുന്നത്. സന്തോഷമാണോ? വരുന്നവർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ കൂടുതൽ കാശൊന്നും വാങ്ങിക്കുന്നില്ല, അതറിയാമല്ലോ. ഇവിടെ വന്ന് അതെ കാശ് മേടിക്കുന്നില്ല കൂടുതൽ. ഇവിടെ വന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, കടയിൽ നിന്ന് മേടിക്കുന്ന മീനല്ല, ഇവിടെ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന കായലിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ഇവിടെ വറുത്ത് കൊടുക്കുന്നതും കറി വയ്ക്കുന്നതും. അത് മുന്നിൽ കാണും. സ്വന്തമായിട്ട് തന്നെ മീൻ പിടിക്കുന്നതും പുറത്തുനിന്ന് മേടിക്കാറേ ഇല്ല. യാദൃശ്യമായിട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കായൽ. അവിടുന്ന് തന്നെയാണ് അച്ചായൻ പിടിക്കുന്നതും. നല്ല ടേസ്റ്റാണ് ആ മീനും. ആ മീൻകറി ആയാലും. വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പലയിടത്തും ബോർഡ് കണ്ടിട്ടുണ്ട്. ഇത് വീട്ടിലെ ഊണ് തന്നെയാണ്. ഇതാണ് ആ വീട്ടിലെ ഊണ്. അച്ചായൻ്റെ സ്വന്തം വീട്ടിലെ ഊണിന് മുന്നിൽ കാണുന്ന കായൽ. ഇവിടെ നിന്നാണ് അച്ചായന് മീൻ പിടിക്കുന്നത്. മീൻ പിടിച്ചിട്ട് ഇതിൽ വേറെ ഒന്നുണ്ട് കേട്ടോ. ഈ ഊണിൻ്റെ കൂടെ വറുത്ത മീനും കൂടെ തരുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ അച്ചായന് വാങ്ങുന്നത് 80 രൂപയാണ്. 80 രൂപയ്ക്ക് ഇന്ന് ഊണ് മാത്രം കിട്ടുന്ന കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കടയെക്കുറിച്ചും ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും ഇവിടുത്തെ ടേസ്റ്റിനെ കുറിച്ചും ഒക്കെ. അച്ചായന് സഹായിയായിട്ട് അച്ചായൻ്റെ ഭാര്യയാണ് സഹായമായിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്തോ ഞാനൊക്കെ ഒരു പ്രാവശ്യം വന്നതാണ്. ഇപ്പോൾ സ്ഥിരം മിക്കവാറും ദിവസങ്ങളിൽ ഇതിലേ പോകുമ്പോൾ വന്ന് കഴിക്കാറുണ്ട്. അമ്മയാണ് സത്യം ഉള്ളത് പറയാമല്ലോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന, ഇപ്പോൾ ഉണ്ടാക്കുന്നതല്ല, പണ്ട് നമ്മുടെ അമ്മാമ്മമാർ അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ കാലത്ത് ഉണ്ടാക്കി കഴിക്കുന്ന, കല്ലിലിടിച്ചും ചമ്മന്തി കരയ്ക്കുന്നുണ്ടല്ലോ, ഒരലിലും അമ്മിക്കല്ലിലും ഒക്കെ അടിക്കും, അതേപോലെ ഉണ്ടാക്കി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഒരുപാട് സന്തോഷമാണ്. മനസ്സ് നിറയുമെന്ന് പറഞ്ഞതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഇതിലേ പോവുകയാണെങ്കിൽ ഒന്ന് കയറി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ.